ഗുരുവായൂരപ്പനൊക്കെ ചെന്ന് നമുക്ക് സോപ്പിടാം. ആനേനെ കൊണ്ട് ജയലളിതയൊക്കെ സോപ്പിട്ട് എടുത്തിട്ടുണ്ട്. മുരുകൻ്റെ അടുക്ക ഈ അഭ്യാസമായിട്ട് വിളിച്ച് കാട്ടികളയും. ഡിപ്രഷനുള്ള ഗുളികകൾ അതൊക്കെ കഴിച്ചിട്ടും ഒരു എഫക്റ്റും ഇല്ലാണ്ടിരിക്കുന്നത് 2 തരി ഭസ്മം ഞാൻ കൊടുത്തിട്ടാണ് ശരിയാ. വേറെ ഒറ്റും ഞാൻ എൻ്റെ കണ്ടു കഴിഞ്ഞപ്പോൾ അണ്ടവനോട് പറഞ്ഞു, ഒരു കാര്യം നീ ശ്രദ്ധിച്ചോളാം, അവരോട് വീട്ടിൽ പറഞ്ഞേക്കുക മരുന്ന് ഇതൊന്നും കൊടുക്കരുത്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇനി മരുന്നൊന്നുമില്ല, ഇനി എൻ്റെ കൺട്രോളിലാണ്, പറ്റുമോന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എടുത്താൽ എടുത്തതാണ്, എടുക്കണമെന്നുള്ള ഉത്തരം എനിക്ക് മുകളിൽ നിന്ന് തന്നെ. ഞാനവിടെ ചെന്ന് 2 തരി ഭസ്മം കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഒരു മരുന്നുമില്ലെന്ന് പറഞ്ഞു. എന്നെ എന്താ പറയണ്ടത്? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റെ കാര്യത്തിൽ ഗോവിന്ദായി പോയല്ലോ എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. പക്ഷെ ആണ്ടവനെ പറഞ്ഞു, നീ പേടിക്കാണ്ടിരിക്കുക, ഞാൻ നിനക്കുള്ള വഴികൾ വെച്ചിട്ടുണ്ട്, ഉണ്ടാണ്ടിരിക്കുക. ശരി, ഞാൻ എൻ്റെ ഒരു കാലഘട്ടം എന്നല്ല, എനിക്ക് കടം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ഒരിക്കലും മുരുകനെ ശരിക്കും ഭജിച്ച് കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് മുക്തി തരുന്ന ദൈവമാണ്. ഓക്കെ, ഈ മണിച്ചിത്രത്താളിൽ മറ്റേ കാർന്നൂർ നടക്കണ പോലെ നടക്കുക. എന്നെ ഇങ്ങനെ നോക്കും, നടക്കും. പുള്ളി എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഞാൻ തൊട്ട് ഹീൽ ചെയ്യിച്ചിട്ട് വേണം പുള്ളിക്ക് പൂജ ചെയ്യാൻ വേണ്ടി വന്നു. ഇതൊക്കെ ആണ്ടവൻ്റെ ചെറിയ ചിന്ന വിളയാട്ടങ്ങളാണ്. അത് കണ്ട് മടുത്ത ചില ഇത് നമ്മളെ മുരുകനെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ തന്ത്രവും മന്ത്രവും എന്നല്ല. കഴിഞ്ഞ ദിവസം എന്നോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, എങ്ങനെ സംസാരിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ. അബാക് മീഡിയയിൽ നിന്ന് ഇത് കണ്ടിട്ട് ഒരാളിനെ വിളിക്കാം, പറവൂരുന്ന അദ്ദേഹം ഈ ആൾക്കാർ പരീക്ഷിക്കാൻ വേണ്ടി വിളിക്കുമല്ലോ. പുള്ളിക്കാരനെ ഒരു ഭദ്രകാളി ഉപാസകനാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു എന്തൊക്കെയോ ചോദിക്കാൻ വേണ്ടിയുള്ള, അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. വളരെ വിനയത്തോടെ ഞാൻ വെച്ചു. 2 ദിവസം കഴിഞ്ഞാൽ പുള്ളിയുടെ മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല കേട്ടോ, ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞില്ല, അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഇല്ല എന്ന്. അതൊന്ന് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. ചെയ്യുമ്പോൾ പുള്ളി എപ്പോൾ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ കോള് വരുമെന്ന് ചുമ്മാ പറഞ്ഞു വെച്ച്. പുള്ളി അത് ഇത്രയാണ് സംഭവം, സ്കന്ദഷഷ്ടി കവചം കേൾക്കുക, എന്നിട്ട് എന്നെ വിളിച്ചോ എന്ന്. അത് പരീക്ഷണത്തിലുള്ള കോളാണെന്ന് എനിക്ക് സമയമില്ല അതിനുള്ള. പുള്ളി ഇപ്പോൾ അതിൻ്റെ ടെസ്റ്റിമോണിയലിൽ പുള്ളി ഇട്ടിട്ടുണ്ട്. പുള്ളി ഒരു ദിവസം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് സ്കന്ദഷഷ്ടി കവചം പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ പുള്ളി എനിക്ക് ഇവിടുന്ന് ഒരു കോൾ വരിക, ആണ്ടവനെ നീ അദ്ദേഹത്തിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, പുള്ളി അതിശയിച്ചു പോയി. പുള്ളി വീഡിയോ എടുത്തിട്ടുണ്ടത്, ടെസ്റ്റിമോണിയലായിട്ട് വേണമെങ്കിൽ താങ്കൾക്കിടാം. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, സ്കന്ദഷഷ്ടി ഇപ്പോൾ ഈ മാസം 18-ാം തീയതി ഷഷ്ടി വരികയാണ്. എന്താണ് ഷഷ്ടിയുടെ പ്രത്യേകത? ഷഷ്ടി വ്രതം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞൊക്കെ എൻ്റെ എക്സാമ്പിളായിട്ട് തന്നെ പറയാം. ഓക്കെ, മക്കൾക്ക് ഏറ്റവും നല്ല മക്കളെ കിട്ടുന്നുണ്ടെങ്കിൽ സ്കന്ദഷഷ്ടി കവചം എടുക്കുക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം വ്രതം തന്നെയാണല്ലേ കവചം എന്ന് പറയുന്നത്? അല്ല, വ്രതം എടുക്കുക. കവചം എന്നുള്ള ഒരു ഇതാണല്ലോ. അതിൻ്റെ ഉള്ളിൽ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിച്ച്, ഞാൻ ചുമ്മാ തിയറി പറയുന്ന ഒരാളല്ല, പ്രാക്ടിക്കൽ സൈഡിൽ ആണ്ടവൻ എനിക്ക് കാണിച്ചു തന്ന ആ അനുഭവങ്ങൾ, ആ പൊരുളിലും ആനന്ദത്തിൽ ആറാടിക്കൊണ്ടാണ് ഞാൻ പറയണത്. ഷഷ്ടി എടുത്താനുള്ള ഗുണം മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ തിരിഞ്ഞു പോകണ്ട, അദ്ദേഹം നോക്കിക്കോളും. എൻ്റെ മോൻ +2 പഠിക്കുക. ഞാനൊരു പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ആ കുട്ടിയുടെ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാര്യം പിന്നെ പറയാം. പക്ഷേ എങ്കിലും ആ കുട്ടിക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ എൻ്റെ മോനെ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അവൻ പഠിക്കുന്നുണ്ടോ, അവൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറ്റിയിട്ടുള്ള കാര്യം എനിക്ക് പലപ്പോഴും എന്താണോ എൻ്റെ വിഷയം, എന്ത് പഠിക്കണമെന്നൊക്കെ ആ കുട്ടിയുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നത്. കാരണം ആ കുട്ടി അതുപോലെ മെൻ്റലി ഡ്രെയിനായിപ്പോയ ഒരു കുട്ടിയാണ്. അവൾ പല പല കാരണം കൊണ്ട്, വീട്ടിലെ പ്രശ്നം കൊണ്ട് നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ഒരു കാര്യമാണോ ഈ ഡിപ്രഷനുള്ള ഗുളികകൾ. അതൊക്കെ കഴിച്ചിട്ടും ഒരു എഫക്റ്റും ഇല്ലാണ്ടിരിക്കുന്നത്. ബിലീവേഴ്സിലൊക്കെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടുപോയി വയലൻ്റാണ്. ആ കുട്ടീനെ 2 തരി ഭസ്മം ഞാൻ കൊടുത്തിട്ടാണ് ശരിയാക്കുക. വേറെ ഒറ്റും ഞാൻ എൻ്റെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണ്ടവനോട് പറഞ്ഞു, ഒരു കാര്യം നീ ശ്രദ്ധിച്ചോളാം, അവരോട് വീട്ടിൽ പറഞ്ഞേക്കുക മരുന്ന് ഇതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇനി മരുന്നൊന്നുമില്ല, ഇനി എൻ്റെ കൺട്രോളിലാണ്, പറ്റുമോന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എടുത്താൽ എടുത്തതാണ്, എടുക്കണമെന്നുള്ള ഉത്തരം എനിക്ക് മുകളിൽ നിന്ന് തന്നെ. ഞാനവിടെ ചെന്ന് 2 തരി ഭസ്മം കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഒരു മരുന്നുമില്ലെന്ന് പറഞ്ഞു.
കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെ ഞാൻ വാച്ച് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു വോയിസ് മെസ്സേജ് താങ്കൾക്ക് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ട്സ് പറയണത്. ആ കുട്ടിയുടെ വാച്ച് ചെയ്യുമ്പോൾ എൻ്റെ മകൻ്റെ കാര്യം എനിക്ക് ഞാൻ എന്തൊരു അച്ഛനാ. ഇത് രാജഗിരിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു, പക്ഷെ എൻ്റെ മോൻ്റെ കാര്യം വന്നപ്പോഴുണ്ടല്ലോ, +2 വന്നപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുക്കാനൊക്കെ മറന്നുപോയി. പല കാര്യത്തിൽ അവൻ എഴുതിയ കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റി. രാജഗിരി ഓപ്ഷൻ വിട്ട് അവൻ്റെ മാറിയിട്ട് SCMSലായിപ്പോയി. ഞാൻ എന്നെ എന്താ പറയണ്ടേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റെ കാര്യത്തിൽ ഗോവിന്ദായി പോയല്ലോ എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. പക്ഷെ ആണ്ടവനെ പറഞ്ഞു, നീ പേടിക്കാണ്ടിരിക്കുക, ഞാൻ നിനക്കുള്ള വഴികൾ വെച്ചിട്ടുണ്ട്, മിണ്ടാണ്ടിരിക്കുക. ശരി. അപ്പോൾ ഇവനും വിഷമമായി. കാര്യം 99.75% മാർക്ക് അവനുണ്ട്, പാസ്സായേക്കണ്, രാജഗിരിയിലെ ടോപ്പറാണ്, MBയുടെ നിന്നൊക്കെ അവാർഡ് കിട്ടി. ഇതൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിൽ അഡ്മിഷനായ സമയം പോയി, വിഷമമായി. അപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയുള്ളൂ, ഇനിയിപ്പോൾ ഈ കോളേജിൽ നിന്ന് കിട്ടപ്പോൾ അവൻ്റെ അംബീഷൻ വളരെ ഹെവി ആയിരുന്നു. ഓൾ ഇന്ത്യ ബേസിലും ടെസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞു നിനക്കത് കിട്ടൂടാന്ന് പറഞ്ഞു. സിംബയോസിസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് MBA പഠിക്കുന്ന ഏറ്റവും രാജ്യത്തെ ടോപ്പറായിട്ടുള്ള അവിടെ അവന് പരീക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ചാൻസ് ലിസ്റ്റിൽ വന്നേക്കണത് പൂനെയാണല്ലോ ഏറ്റവും ഹെഡ് ഓഫ് ഇത്, അവിടെ കിട്ടുന്ന ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ ഇവൻ പോകാൻ തയ്യാറെടുക്കുക, പക്ഷെ അവൻ്റെ ആഗ്രഹം മുഴുവൻ പൂനെയാണ്. ഞാൻ പറഞ്ഞു, എടാ അവൻ അവരൊക്കെ ആ മുരുകൻ്റെ ഭയങ്കര കടുത്ത ഡിവോട്ടിയാണ്. രാവിലെ എണീറ്റ് എന്താണോ പറയണത് അതുപോലെ ചെയ്യുന്ന ആളാണ്. കാർത്തികേയൻ തന്നെ അവൻ്റെ പേരും. കാർത്തികേയൻ എന്നല്ല, കാർത്തിക്. ഞാൻ പെട്ടെന്ന് കാർത്തിക് എന്ന വിജ്വലിൻ്റെ പേരിലൊക്കെ എപ്പോഴും പോകും. കാർത്തിക് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞെടാ നിനക്കിത് കിട്ടും. ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛനല്ലടാ പറ, ധൈര്യമായിട്ടിരി, ആണ്ടവൻ്റെ നിർദ്ദേശവും നിനക്ക് കിട്ടും. അത് പറയുമ്പോഴും അച്ഛനെന്ന നിലയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഞാൻ പറയുന്നു. പക്ഷേ ഒരു ചെറിയൊരു പേടിയുണ്ടാവുമല്ലോ എല്ലാവരും പറഞ്ഞാൽ. റിസൾട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, സിംബയോസിസിൽ അവന് സെലക്ഷൻ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും പോലെ നമ്മൾ ഈ ലോണൊക്കെ എടുത്തുള്ള കളിയാണല്ലോ. അപ്പോൾ ഈ എൻ്റെ ലോൺ ലിമിറ്റ് കഴിഞ്ഞു. പിന്നെ ഇനി ഒരു മോൻ, അപ്പോൾ വൈഫ് ചോദിക്കുന്നുണ്ട് ഇനി അടുത്തത് ഇവൻ്റെ അഡ്മിഷൻ. ഒരാൾ മൂത്ത ആളുടെ കാര്യം പറയാം. മൂത്ത ആൾ കാനഡയിലാണ് പഠിക്കണേ, മീൻസ് കാനഡയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പഠിച്ചു കഴിഞ്ഞ് അവൻ ആ കഴിഞ്ഞ ഉടൻ തന്നെ ആണ്ടവൻ ഹിൽട്ടൺ ഹോട്ടലിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. ആ ഒരു ടെൻഷൻ അവിടെ അദ്ദേഹം നോക്കി. അപ്പോൾ ഇതിനൊക്കെ സാമ്പത്തികം വളരെ ബാക്കപ്പ് വേണമല്ലോ. നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ബിസിനസ് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും ഇവൻ്റെ കാര്യം വന്നപ്പോഴേക്കും ബാങ്കുകാർ പറഞ്ഞു 7.5% കിട്ടുള്ളൂ, ലാക്സ്. അപ്പോൾ ഇവന് വേണ്ടത് 10-25 രൂപ വേണം. പിന്നെ നമ്മളെ ഉള്ളിലുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ആണ്ടവൻ എങ്ങനെ നോക്കുന്നു, എങ്ങനെ കരുതുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. പ്രാക്ടിക്കലാന്ന് പറയാൻ കാരണം അവിടെ ചെന്ന് അദ്ദേഹം മുരുകനെ ഞാൻ പറഞ്ഞ ആണ്ടാ സംഭവം കൈവിട്ടു പോയി. എൻ്റെ കാര്യം ഞാൻ സംഭവം കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും പേടിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് അഡ്മിഷൻ ഫണ്ട് കൊടുക്കണം. ആ ഫണ്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് എൻ്റെ കയ്യിലില്ല, ആ ദിവസം കൊടുത്തതിൽ ക്ലോസ് ആയി പോകും. ഞാൻ പണ്ട് സഹായിച്ചൊരു വ്യക്തിയാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, അയാൾ എന്നെ ഒരു അവിജിതാരമായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിശേഷം? ഞാൻ പറഞ്ഞ മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ പുറകെയാന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു വണ്ടിൻ്റെ കുറച്ച് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിനെന്താ, ഞാൻ തന്നേക്കാം. പുള്ളി ആ സമയത്ത് ബാങ്കിൽ നിന്ന് പറ്റത് അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് അതൊക്കെ, പക്ഷെ ആ സ്പോട്ടിലിൻ്റെ ആണ്ടവൻ്റെ അനുഗ്രഹം സപ്പോർട്ടും പറയാതിരിക്കാൻ വയ്യ. അത് നടന്നു. പിന്നെ അവനെ കൊണ്ടുപോയി പൂനെയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ പൂനെയിലൊക്കെ നമ്മളെ ഈ എൻ്റെ ഇങ്ങനെ പഴനിയിൽ അന്നദാനം കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആവും. റിച്ച് പീപ്പിൾ, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത് അവൻ്റെ ക്ലാസ്മേറ്റായിട്ട് വന്നാൽ ഇവിടുത്തെ എറണാകുളത്ത് ജഡ്ജിൻ്റെ മോനാണ്. അപ്പോൾ റൂംമേറ്റായിട്ട് അവൻ വൈറ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാലേ ആണ്ടവൻ കരുതലുണ്ടാവും. കൈവെള്ളയിലും
കൊണ്ടടക്കും. അത് ഷഷ്ടിവ്രതം എടുക്കുന്നുണ്ടാണെന്നാണ് പറയുന്നത്. സംശയം എന്താ, ഞാൻ പറഞ്ഞ എന്താണ് ചോദിച്ചതിന് ഉത്തരം എന്താ, ഞാനപ്പോൾ എന്നെക്കുറിച്ച് തന്നെ ലൈവായിട്ടുള്ള എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇത് മക്കളുടെ കാര്യത്തിലാണല്ലോ ഏറ്റവും നല്ലത്. തൊഴിൽപരമായിട്ട് ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ തൊഴിൽ. ഇപ്പോൾ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് കുത്തി ഒഴുകി വരുന്ന സമയമാണ്. അപ്പോൾ മാരിയറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽ ഇവിടെ ലോഞ്ച് ചെയ്യണ സമയം. ബാക്കിയുള്ള ഹോട്ടൽസിലൊക്കെ നമ്മളുണ്ട്, പക്ഷേ ഇവർക്ക് മാരിയറ്റിന് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റുകൾ, ബാസ്കിൻ റോബിൻസ്, ഹൈഗൻ ഡാസൻ, ഇവരൊക്കെയാണ് അവർ ഉപയോഗിക്കണത്. ഇവിടെ ഈ കോഴിക്ക് പൊന്നൊരുക്കുന്ന കഥ പറഞ്ഞാൽ എനിക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. പൂച്ചക്ക് പൊന്നൊരുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ അന്ന് ഷഷ്ടിയുടെ ദിവസമായിരുന്നു, വൈറ്റില അമ്പലത്തിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇരിക്കാൻ നേരത്ത് ഇതുപോലെ തന്നെ കോൾ വരാം. നീ അവിടെ കൊടുക്കാത്ത എന്താ, അവിടെ കൊടുത്തിട്ട് നാറാനാ, എനിക്ക് പറ്റൊന്നുമില്ല, വെറുതെ ചുമ്മാ വലിച്ചൊരു കാട്ടിക്കളയുന്നു പറയണത് അങ്ങോട്ട് കേക്ക്. ചില സമയത്ത് ആണ്ടൻ്റെ നിർദ്ദേശം ഞാൻ എന്താണോ പറയാമെന്ന് ചെയ്താൽ കൂടുതൽ വർത്താനം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ കമാൻഡാണ്. അത് ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഞാനത് എന്ത് കഴിഞ്ഞാൽ കൊട്ടേഷൻ കൊടുക്കാൻ ഇവിടെ നേരെ ഷഷ്ടി കഴിഞ്ഞാൽ നേരെ അവിടെ ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്ന് അവിടെ ചെന്ന് നിവേദ്യമൊക്കെ കഴിച്ചിട്ട് പോവാണ്. കിട്ടൂലെന്ന് ഉറപ്പാണ്. ഫോമൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഷെഫിനെ കണ്ടിട്ട് ചോദിച്ചു, ഷെഫിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പുള്ളി അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ മറ്റേ ഫോറിനർ ഒരാളാണ്. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ചോദിച്ചു എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു സംഭവം. പുള്ളി ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി. ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഇവിടെ നിന്ന് ചെവിയിൽ കാര്യങ്ങൾ പറയും. പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കിയിട്ടും കൂടിയില്ല ഇതുവരെ, ആ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അപ്പം തന്നെ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു. നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ച് ഇത് ഉണ്ടാക്കണ സമയത്തൊക്കെ പറഞ്ഞു തരും, ഇതിങ്ങനെ ഉണ്ടാക്കി കോമ്പിനേഷൻ വെച്ച് ഞാൻ സാധനം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. വാവ്, ഐ നീഡ് ദിസ് വൺ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ബാസ്കിൻ റോബിൻസ്, ഹൈഗൻ ഡാസൻസ്, ലാസ, അങ്ങനെ വലിയ ബ്രാൻഡുകൾ ഇരിക്കുന്നത്. ഞാനതൊരു രഹസ്യം പുറത്ത് പബ്ലിഷ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എൻ്റെ ബ്രാൻഡാണ് 3 വർഷം അവിടെ റോൾ ചെയ്തത്. പിന്നെ അതിന് ശേഷം പോയി അവിടെ ചെന്ന അതിന് മാത്രം വലിപ്പമൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കയറി വന്ന ഒരു സാധാ ഒരു എൻ്റർപ്രൈനറാണ്. അവിടെ വന്നിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ കോമ്പറ്റ് ചെയ്യാൻ മാത്രമുള്ള ആംബിയർ ഒന്നും എനിക്കില്ല. അത് ആണ്ടവൻ്റെ ആംബിയറാണ്. മുരുകൻ വാങ്ങി തന്ന ഐസ്ക്രീം മുരുകൻ്റെ അനുഗ്രഹമല്ലേ, അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ശരി, ചിലത് പുള്ളി നിലത്തേക്ക് ഉണ്ടായാലും നിങ്ങൾ ആരും വിഷമിക്കണ്ട. ചിലപ്പോൾ നിങ്ങളെ നിലത്തേക്ക് ഉണ്ടായിരുന്നായിരിക്കും, അത് പഠിക്കാനാണ്. ജീവിതത്തിൽ ലക്ഷറി മാത്രം ഉണ്ടെങ്കിൽ പഠിക്കില്ല ഒന്നും. എന്നെ ഇങ്ങനെ കൊണ്ടുപോയേക്കണത് ഒന്നും സ്റ്റഡി ആയിട്ടൊന്നും വിചാരിക്കണ്ട. എനിക്ക് താഴ്ചകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഒരു കാലഘട്ടം എന്നല്ല എനിക്ക് കടം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ഒരിക്കലും മുരുകനെ ശരിക്കും ഭജിച്ചു കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് മുക്തി തരുന്ന ദൈവമാണ്. ഓക്കെ, ഉറപ്പ് കേസാണ്. കാരണം പക്ഷേ എന്താ വിഷയം വെച്ചാൽ എൻ്റെയൊക്കെ കേസുകളിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്നെ ഇദ്ദേഹം നമ്മൾ ഈ കടമൊന്നും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ ഒന്നും പഠിക്കില്ല, ഒന്നും കിട്ടില്ല. അത് ഞാൻ പരീക്ഷിക്കുന്നു വെച്ചോളാം. ആ പരീക്ഷ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്നോട് സ്റ്റുഡിയോയിൽ ഒരാൾ ചോദിച്ചു ചെറുപ്പം തൊട്ടേ ഉണ്ടോ. ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒക്കെ പേര് ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ SM ഫ്രോസൺ ഫുഡ്സ്, SM അഗ്രോ ഫുഡ്സ്, SBM അഗ്രോ ഫുഡ്സ്, SS ഡയറി ഫുഡ്സ്. ഈ SS എന്ന് പറഞ്ഞാൽ ശ്രീ സുബ്രഹ്മണ്യ, SBM എന്ന് വെച്ചാൽ ശ്രീ മുരുക ഫ്രോസൺ ഫുഡ്സ്. അങ്ങനെ പിന്നെ അർമുക ജ്യൂസസ്, ഇങ്ങനെയാണ് എൻ്റെ പോണതൊക്കെ. അപ്പോൾ എന്ത് പറഞ്ഞാലും ആണ്ടെന്ന് പറഞ്ഞാൽ ലയിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്കൊരു കൂൾ മൈൻഡ്. നമ്മളീ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ അതിലും വലിയ ലക്ഷ്യം വേറെ ഇല്ല. ഞാൻ എന്താ പറയാന്ന് വെച്ചാലേ, പൈസ നന്നായിട്ടുണ്ട്, USL സിറ്റിസൺ ആണ്. നിങ്ങളുടെയൊക്കെ ഡ്രീം അതായിരിക്കുമല്ലോ. അവിടുത്തെ ഒരു സാധാരണ ഇന്ത്യക്കാരൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ USA പോവുക, അവിടെ സെറ്റിൽ ആവുക, ഗ്രീൻ കാർഡ്, അവിടുത്തെ പെർമനന്റ് സിറ്റിസൺഷിപ്പ് എടുക്കുക. ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. അങ്ങനെ ഒരാൾ തിരിച്ച് റിട്ടേൺ ആയിട്ട്, ഞാനത് പറയണത് മറ്റുള്ളവരെ അനുഭവത്തിന് വേണ്ടി, അവരെ ആരും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല പറഞ്ഞത്. തിരിച്ചു വന്നു അടിപൊളി വീടൊക്കെ വെച്ചു. പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കേണ്ടത് കണ്ടത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അബാക് മീഡിയയിലെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അവരെന്നെ വിളിക്കുകയാണ്.